ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഇന്നോവ ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ 2018 മോഡൽ വണ്ടിയാണ്. വണ്ടിയിലെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി വൈബ്രേഷൻ. മെയിനായിട്ട് ഫുൾ ബോഡിയുടെ വൈബ്രേഷനാണ് കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ്. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ക്രൗൺ ഇറക്കി, ക്രൗണിൻ്റെ ബെയറിങ്ങൾ മാറ്റി, വീൽ ബെയറിങ്ങുകൾ മാറ്റി, അതുപോലെ ഷാഫ്റ്റിൻ്റെ സ്റ്റാർ ജോയിൻറ്റുകൾ മാറ്റി. ഇതൊക്കെ കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ സ്റ്റാർ ജോയിൻറ്റുകൾ മാറ്റി, എന്നിട്ടും ബോഡി ഒരു വൈബ്രേഷൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ പൊതുവേ നോർമലിൽ നമുക്ക് ഈ 50 ഗിയറൊക്കെ ഇട്ടിട്ട് 60-ന് താഴെ പോയി കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അത് നോർമലി എല്ലാ വണ്ടിക്കും ഉള്ളതാണ്, എല്ലാ ഇന്നോവയ്ക്കും ഉള്ളതാണ്. എൻ്റെ ക്രിസ്റ്റാന്ന് മാത്രമല്ല, എല്ലാ വണ്ടിക്കും ആ ഒരു വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യല, ഗിയർ ഡൗൺ ചെയ്തിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി കിടന്ന് ബുറെന്ന് പറഞ്ഞ് വരയ്ക്കുന്ന ഒരു സൗണ്ടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സൗണ്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അപ്പം തന്നെ ഗിയറൊക്കെ മാറ്റി ഏതെങ്കിലുമൊക്കെ ഗിയറൊക്കെ ഇട്ടിട്ട് ഓടിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. ഇതിപ്പോൾ നമ്മളിപ്പോൾ 3rd ഗിയറിലാണ് പോകുന്നത്, 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഇപ്പം ഒന്നും യാതൊരുവിധ വൈബ്രേഷനോ കാര്യങ്ങളോ ഇല്ല. ഇനി 30-ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഓരോരോ ഗിയർ റേഷ്യയിൽ അതിൻ്റെതായ ഗിയർ റേഷ്യയിൽ വേണം വണ്ടി പോകാനായിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് എല്ലാ വണ്ടിക്കും നോർമൽ തന്നെയാണ്. അതെന്തായാലും ഉണ്ട്. അത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും മാറില്ല. അത് എഞ്ചിൻ്റെ ടോർക്കിൻ്റെ ആ ഒരു വ്യത്യാസം വരുമ്പോഴാണ് ആ ഒരു വൈബ്രേഷൻ വരുന്നത്. ഇതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻ അത് നോർമലാണ്, ഉണ്ടാവും. എന്നുവെച്ചാൽ 3rd ഗിയറാണ്. 3rd ഗിയറിൽ നമുക്ക് 30-ന്റെ താഴെ എന്തായാലും പോകാൻ പറ്റില്ല. ഒരു 35 ആ ഒരു റേഞ്ചൊക്കെ പോകാം. പിന്നെയും 30-ൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പയ്യെ റേസ് ചെയ്ത് കൊടുത്താൽ ഒന്നും അറിയില്ല. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, മിററൊക്കെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒരു സൗണ്ട് ഇതിനകത്ത് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെയാണ്. അതല്ലാതെ നമുക്ക് ഈ എഞ്ചിൻ്റെ വൈബ്രേഷൻ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട് ഐഡിൽ നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ ഒരു 1000-1100 RPM കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ ഒരു എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ്റെ വൈബ്രേഷൻ ആണോ അതോ വേറെ എന്തെങ്കിലും വൈബ്രേഷൻ ആണോ എന്നുള്ളത്. ഇത് അങ്ങനെ ഒരു വൈബ്രേഷൻ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിൻ മൗണ്ട് മാറിയത്. ഇപ്പോൾ ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്ന എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും ഇതിനകത്ത് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മാറ്റം തന്നെ ഇതിനകത്ത് ഉണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ്ടോ വണ്ടി ഇങ്ങനെ ഐഡിൽ നിർത്തുക, ഹാൻഡ് ബാക്ക് ഇട്ട് നിർത്തുക. എന്നിട്ട് ഇപ്പോൾ RPM കണ്ടോ, RPM കറക്റ്റ് 800-ൽ വന്ന് നിൽക്കുന്നുണ്ട്, 800-850-ൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ആക്സിലറേഷൻ പയ്യെ കൊടുക്കുക, കണ്ടോ പയ്യെ കൊടുത്തിട്ട് ഈ 1100-1150 ആ ഒരു റേഞ്ചിലേക്ക് ഇങ്ങനെ പയ്യെ പിടിക്കുക. ആ പിടിക്കുന്ന സമയത്ത് 1100 RPM പിടിക്കുമ്പോൾ എഞ്ചിൻ നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് മൂടും. ആ മൂളിച്ചുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ മാറണം. അത് എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ നമുക്ക് പോളിസിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, ഇന്നോവ ക്രിസ്റ്റയിൽ, ഫോർച്യൂണറിൽ, ഇതിലെല്ലാത്തിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 1000-1100 RPM എഞ്ചിൻ കുറച്ച് വൈബ്രേഷൻ ആയിട്ട് ഫീൽ ചെയ്യാം നമുക്ക്. ആ സമയത്ത് ആ ഒരു ഹമ്മിങ് നോയ്സ് ഇങ്ങനെ നമ്മുടെ കാതിലേക്ക് ഇങ്ങനെ അനുഭവപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ കംപ്ലൈൻ്റ് ആണ്, ഫൗണ്ടേഷൻ മാറേണ്ടി വരും. ആ മാറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലോണം ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ 1000-ലാണെങ്കിലും ശരി, ഇനി 800-ലാണെങ്കിലും ശരി, 1200 RPM പിടിച്ചാലും ഒരു യാതൊരുവിധ മൂളിച്ചിയും കാര്യങ്ങളില്ല. നേരത്തെ അങ്ങനെയല്ല, ഞാൻ കസ്റ്റമർക്ക് തന്നെ കാണിച്ചു കൊടുത്താണ് ഇതിങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിനെ ഇരുത്തിയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. RPM കയറ്റിയിട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വണ്ടി എഞ്ചിൻ നല്ല സ്മൂത്തായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ നോർമൽ റണ്ണിങ്ങിൽ കേട്ടോ പക്കയാണ്. ഇനിയിപ്പോൾ നമ്മൾ RPM കുറച്ചിട്ടാണ് ഇങ്ങനെ സ്പീഡ് കുറച്ചിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ, അത് എല്ലാ വണ്ടിക്കും ഉള്ളത് തന്നെയാണ്. ആ ഒരു വൈബ്രേഷൻ വരും. ഇല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ പക്കയായിട്ട് തന്നെ മൂവ് ആകുന്നുണ്ട്. ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അല്ലറ സൗണ്ടുകൾ ഡോർ പാഡ് സൈഡിൽ നിന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു നല്ലൊരു സ്മൂത്ത് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 50 ഗിയറിൽ പോകുന്ന 60-ലൊക്കെ ഓക്കെ, നമുക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. 60-ന്റെ താഴെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 50-ന്റെ താഴെ വന്ന ബോഡി ഫുള്ളായിട്ട് വൈബ്രേഷൻ ചെയ്യും. അത് നോർമലായിട്ട് ഉള്ളത് തന്നെയാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് അങ്ങനെ ഓടിക്കാതിരിക്കുക. 50-ന്റെ താഴെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം, കറക്റ്റ് ഗിയർ റേഷ്യയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് മൈലേജും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ചുമ്മാ നമ്മൾ 50 ഗിയറിൽ തന്നെ 50-40 പോകാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പുള്ളിങ്ങും ഉണ്ടായില്ല, മൈലേജും കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് വരും. അപ്പോൾ കറക്റ്റ് ഗിയർ റേഷ്യോ എപ്പോഴും കറക്റ്റ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്.
എൻജിനും ബോഡിനെയും അധികം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാതെ വണ്ടി ഓടിക്കുക. ഗിയർ ഷിഫ്റ്റിംഗ് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ ആക്കുമ്പോഴത്തേക്കും മൈലേജ് ഫുള്ളായിട്ട് ഷോർട്ടാകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആ ഒരു സൗണ്ടും ഇപ്പോൾ പക്ക ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂളിച്ചും കാര്യങ്ങളെല്ലാം പക്ക നോർമലാണ്. നേരത്തെ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാത് എന്ന് പറഞ്ഞിട്ട് ഫീൽ ചെയ്യാം. ഇപ്പം അത് പക്ക സോൾഡാണ്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എൻജിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് മാറി ഡോർ പാഡിൻ്റെ സൗണ്ടുകളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു. അപ്പോൾ തന്നെ വണ്ടി പക്ക ആയിട്ടുണ്ട്. വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക നീറ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇതാണിപ്പോൾ നമ്മൾ ഇന്നോവയിൽ മാറ്റിയ മൗണ്ട്, ഈ ഗിയർ ബോക്സ് മൗണ്ട്. ഇന്നോവയുടെ സെയിം ആവില്ല, ഇതിനും ഇന്നോവയ്ക്കും ക്രിസ്റ്റയ്ക്കും വ്യത്യാസമുണ്ട്. ഈ മൗണ്ടാണ്. ഈ ബുഷ് ഹാർഡാകുമ്പോഴാണ് നമുക്ക് ആ സൗണ്ട് ഇതിനകത്ത് കേൾക്കുക.